നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ട് അപ്പ്. മക്കയിലെ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ബസ് സർവീസ് ആരംഭിച്ചു. മക്ക റോയൽ കമ്മീഷന്റെ കീഴിലാണ് പുതിയ സംരംഭം. തീർത്ഥാടകർക്ക് ഏറെ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. നിലവിൽ മക്ക ടവർ, ക്ലോക്ക് ടവർ എന്നിവിടങ്ങളിൽ നിന്ന് ഹിറ കൾച്ചറൽ സെന്ററിലേക്കും അറഫയിലെ ജബലുർ റഹ്മയിലേക്കുമാണ് സർവീസ് ഉള്ളത്. വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. സാധാരണ ദിനങ്ങളിൽ 2 മണി മുതൽ രാത്രി 11 മണി വരെയും വെള്ളിയാഴ്ചകളിൽ 5 മണി മുതൽ രാത്രി 11 മണി വരെയുമാണ് സർവീസ് ഉള്ളത്. കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക്കുകയും കുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഷാർജയിലും നിയമ പോരാട്ടത്തിനൊരുങ്ങി കുടുംബം. ഷാർജ പോലീസിൽ പരാതി നൽകും. കാനഡയിലുള്ള സഹോദരൻ ഉടൻ ഷാർജയിലെത്തും. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കേരളത്തിൽ നൽകിയ പരാതി ഡിവൈഎസ്പി അന്വേഷിക്കും. താജിക്കിസ്ഥാൻ ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അബ്ദു റോസിക്കിനെ ദുബായ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. ഇയാളെ കഴിഞ്ഞ ദിവസം രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തതായി അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് കമ്പനി അറിയിച്ചിരുന്നു. പരാതിയുടെ വിശദമായ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റോസിക്കിനെ യാത്രാ വിലക്കുകളോടെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് റിപ്പോർട്ട്. UAE വിവിധ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആയ എമിറേറ്റ്സ് റോഡിന്റെ വികസനത്തിന് 750 ബില്യൺ ദിർഹമിന്റെ പദ്ധതി പ്രഖ്യാപിച്ചു. ഷാർജയിൽ നിന്ന് ഉമ്മുൽ ഖുമൈൻ വരെ നിലവിലെ 3 ലൈൻ റോഡ് ഇരുദിശയിലേക്കും 5 ലൈനായി വികസിപ്പിക്കാനാണ് പദ്ധതി. എമിറേറ്റ്സ് റോഡിൽ ഷാർജയിലെ അൽബാദി ഇന്റർസെക്ഷൻ മുതൽ ഉമ്മുൽ ഖുബൈൻ വരെ 25 കിലോമീറ്റർ ഭാഗമാണ് വികസിപ്പിക്കുന്നത്. സെപ്റ്റംബറിൽ നിർമ്മാണ ജോലികൾ ആരംഭിക്കും. ഫാമിലി വിസയിൽ സലാലയിൽ ഉണ്ടായിരുന്ന പത്തനംതിട്ട റാന്നി സ്വദേശി പുത്തൂർ വീട്ടിൽ കുര്യാക്കോസ് ജോസഫ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഇദ്ദേഹത്തെ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. മകൾ ജീന ഷൈജു ഇതേ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സാണ്. നിയമലംഘനത്തിന് പിടിച്ചെടുത്ത 3 മാസം കഴിഞ്ഞ വാഹനങ്ങൾ തിരിച്ചെടുത്തില്ലെങ്കിൽ ലേലത്തിൽ വിൽക്കുമെന്ന് ഖത്തർ ട്രാഫിക് വിഭാഗം. നാളെ മുതൽ 30 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ട്രാഫിക് വിഭാഗത്തിന് കീഴിൽ മാസങ്ങളായി തിരിച്ചെടുക്കാതെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ 3 മാസം പൂർത്തിയായ വാഹനങ്ങൾ ഉടൻ തിരിച്ചെടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണം. അല്ലാത്തപക്ഷം വാഹനങ്ങൾ ലേലം ചെയ്യുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് മുന്നറിയിപ്പ് നൽകി. റാപ്പർ ട്രാവിസ് സ്കോട്ടിന്റെ റെക്കോർഡ് തകർത്ത സർക്കസ് മാക്സിമസ് ടൂർ അബുദാബിയിലേക്ക്. അബുദാബി, മിറൽ എന്നീ സാംസ്കാരിക ടൂറിസം വകുപ്പുകളുമായി സഹകരിച്ച് ലൈവ് നേഷൻ മിഡിൽ ഈസ്റ്റ് ആണ് ഇത് അവതരിപ്പിക്കുന്നത്. ജൂലൈ 17 ഉച്ചയ്ക്ക് 12 മണി മുതൽ ജൂലൈ 18 രാവിലെ 11:59 വരെ ടിക്കറ്റുകൾ പ്രീസെയിൽ ചെയ്യും. തുടർന്ന് ജൂലൈ 18 ഉച്ചയ്ക്ക് 12 മണി മുതൽ GST പ്രകാരം പൊതുവിൽപ്പനയും ആരംഭിക്കും. കഴിഞ്ഞ മാസം തങ്ങളുടെ പ്രദേശത്തിന് മുകളിലൂടെ ഇറാനിയൻ മിസൈലുകൾ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും നഷ്ടപരിഹാരം നൽകുന്നതിനുമായി ഖത്തർ ഞായറാഴ്ച അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ചു. പ്രാദേശിക അന്തർദേശീയ അപലപനത്തിനിടയാക്കിയ അപൂർവ മിസൈൽ സംഭവത്തെ തുടർന്ന് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ നീക്കം. ഗാർഹിക തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് കുവൈറ്റ് അധികൃതരുടെ 25 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ മേഖലയെ നിയന്ത്രിക്കുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള വിപുലമായ രാജ്യവ്യാപക ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിലെ ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ട്മെന്റ് റെഗുലേറ്ററി ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഷനുകൾ സ്ഥിരീകരിച്ചു. ഖത്തർ രാജകുമാരിയും ഉന്നത പർവ്വതാരോഹിയുമായ ഷെയ്ഖ അസ്മ അൽ താനി വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു. സ്വന്തം രാജ്യത്ത് നിന്ന് നങ്ക പർവ്വത് കീഴടക്കുന്ന ആദ്യ വനിതയായി. പാകിസ്ഥാനിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ 8126 മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടി അതിന്റെ ദുഷ്കരമായ ഭൂപ്രകൃതിയും മാരകമായ കയറ്റചരിത്രവും കാരണം കില്ലർ പർവ്വതമെന്നാണ് അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.